സ്ത്രീ ശാക്തീകരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മറുപടിയുമായി ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി സ്മൃതി ഇറാനി. ശരിക്കും സ്ത്രീ ശാക്തീകരണത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വനിതാ ബില്ലിനെ പിന്തുണയ്ക്കണം. ഹിന്ദുധർമ്മം അനുസരിച്ച് ഭഗവതിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും ആരാധിക്കുകയും വന്ദേമാതരത്തിൽ ദുർഗയെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗമാണ് കോൺഗ്രസ് വെട്ടിമാറ്റിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പാർലമെന്റിനേക്കാൾ മുകളിലല്ല എന്നും സ്മൃതി ഇറാനി വിമർശിച്ചു. मैं ये भी जानती हूँ कि कल कांग्रेस के उस नेता के मंच पर हिंदू धर्म को लेकर बातें हुई. हमारी धार्मिक सोच में ही न सिर्फ हम ये कहते हैं कि यत्र नार्यस्तु पूज्यन्ते रमन्ते तत्र देवता, लेकिन साथ ही हमारे धर्म में हम माँ भगवती, माँ लक्ष्मी, माँ सरस्वती की आराधना करते हैं. इसीलिए चूंकि उन्होंने धर्म का आह्वान किया है, मैं उस अहम नेता को एक और निवेदन करती हूँ. देखिए, एक राजनीतिक दल देश की संसद से बड़ा नहीं हो सकता. एक राजनीतिक दल का एक बयान देश की संसद से बड़ा नहीं होता. വൈഎസ് അഭിനന്ദുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിനന്ദ്, അപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് ഇപ്പോൾ സ്മൃതി ഇറാനി നടത്തിയത്. അതിൽ വനിതാ ബില്ല് കൊണ്ടുവരുന്നുണ്ട്, ഒപ്പം വന്ദേമാതരം കൊണ്ടുവരുന്നുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സ്മൃതി ഇറാനി ഉദ്ദേശിക്കുന്നത് അഭിനന്ദ്? ഷിഗാസ്, ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്മൃതി ഇറാനി പ്രതികരണത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ പൂനെയിൽ നടന്ന ഛാത്രോമുഖി കുഞ്ച് പരിപാടിക്കകത്തായിരുന്നു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകൾ മുന്നോട്ട് വരേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ കുറിച്ച് പ്രധാനമന്ത്രി വീഡിയോ ഇട്ടു. അതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടുപേരും മോശം ഭാഷ ഉപയോഗിച്ചിരുന്നു. പക്ഷെ പെൺകുട്ടികൾ മോശം ഭാഷ ഉപയോഗിച്ചതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നമാക്കി മാറ്റുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പി. സ്വീകരിക്കുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെങ്കിൽ അതിന് മറുപടിയുമായി ഇപ്പോൾ സ്മൃതി ഇറാനി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളത്? ശരിക്കും സ്ത്രീ ശാക്തീകരണത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വനിതാ ബില്ലിനെ പിന്തുണയ്ക്കണം. വനിതാ ബില്ലിനെ പിന്തുണയ്ക്കാത്ത ഇരട്ടത്താപ്പ് നയം ഒരിക്കലും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊക്കെയാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഇന്നലെ പൂനെയിൽ നടന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. അതിനും സ്മൃതി ഇറാനിക്ക് മറുപടിയുണ്ട്. ഹിന്ദു ധർമ്മം അനുസരിച്ച് ഭഗവതിയും ലക്ഷ്മിയും സരസ്വതിയും ആരാധിക്കുന്നു, വന്ദേമാതരത്തിൽ ദുർഗയെ സ്തുതിക്കുന്നു. ആ ഭാഗമാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യ ദിനത്തിൽ വെട്ടിമാറ്റിയ സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിന് എന്ത് ദേശസ്നേഹം, എന്ത് രാജ്യസ്നേഹമെന്നും സ്മൃതി ഇറാനി ചോദിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും പാർലമെന്റ് പറയുന്നതിനേക്കാൾ മുകളിലല്ല എന്നുകൂടി സ്മൃതി ഇറാനി പറയുന്നു. അതായത് വന്ദേമാതരം പൂർണ്ണമായും പാടേണ്ട അവകാശം, ഉത്തരവാദിത്തം അത് കോൺഗ്രസിനുണ്ട്, പാലിക്കപ്പെടുക തന്നെ വേണം എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത്. ശരി അഭിനന്ദ്.